നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന സെമി കണ്ടംപററി ആയിട്ട് വരുന്ന നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് നമുക്കൊന്ന് സെയിലിൽ വന്നിട്ടുള്ളത്. നമുക്ക് ടെക്നോ പാർക്കിൻ്റെ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് എടുത്ത് പറയാം. ഇത് കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് ട്രിവാൻഡ്രം ജില്ലയിൽ നമുക്ക് പോത്തൻകോട് എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് വന്നിട്ടുള്ള. മെയിൻ റോഡിൽ നിന്ന് വെറും 200 മീറ്റർ, ബസ് റൂട്ടിൽ നിന്ന് വെറും 200 മീറ്ററിനകത്ത് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് വരുന്നത്. തൊട്ടടുത്ത് വേറെ വീടുകളും കാര്യങ്ങളൊക്കെ പണി ചെയ്ത് വരുന്ന ഒരു ഏരിയ തന്നെയാണ്, റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. തൊട്ടടുത്തായിട്ട് സ്കൂളും കാര്യങ്ങളെല്ലാം നമുക്ക് വന്നിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ശ്രീകാര്യത്തു നിന്ന് ഒരു 10 കിലോമീറ്ററിനകത്ത്, കാര്യവട്ടത്തു നിന്നൊരു 6 കിലോമീറ്ററിനകത്തും, അതുപോലെ തന്നെ കഴക്കൂട്ടിൽ നിന്ന് ഒരു 8 കിലോമീറ്ററിനകത്തും വരുന്ന ഒരു ലൊക്കാലിറ്റിയിലാണ് നമുക്ക് ഈ ഒരു വീട് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പം വീട് നമുക്ക് നോക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ എലിവേഷൻ കാര്യങ്ങളും കൊടുത്തുകൊണ്ട് നല്ല മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഫ്രണ്ടിൽ നമുക്ക് ആ 3D എലിവേഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് 2 ഡബിൾ ബാൽക്കണി ആയിട്ട് വരുന്ന ഒരു ഡിസൈനാണ് വീടിൻ്റെ എലിവേഷന് കൊടുത്തിട്ടുള്ളത്. തൊട്ടടുത്തായിട്ട് അപ്പർ സൈഡായിട്ട് നമുക്ക് സ്ട്രിപ്സും കാര്യങ്ങളൊക്കെ വെച്ച് മുകളിൽ ഗ്ലാഡിങ് ടൈൽസും, ഒരു ബാൽക്കണിയിൽ നമുക്ക് വുഡൻ ടൈൽസും കാര്യങ്ങളും, വേറൊരു ബാൽക്കണിയിൽ നമുക്ക് ആ റൂഫിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെ വരുന്ന ഒരു വുഡൻ ഇത് വരുന്ന പാനൽ വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും നല്ല മനോഹരമായിട്ടുള്ള ഒരു വീട് തന്നെയാണ് നമുക്ക് ഇവിടെ സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് സ്പോട്ട് ലൈറ്റാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് നമുക്ക് ചെയ്ത് തീർത്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല നല്ല ഒരു വീട് തന്നെയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ടെക്നോ പാർക്കിന് ചുറ്റുള്ളതിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ചുറ്റുള്ളതിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഏരിയയിൽ തന്നെയാണ് ഈ ഒരു വീട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ വീടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വരുന്നത് 4.250 സെൻറ്റ് സ്ഥലത്ത്, 4.25 സെൻറ്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ വീടാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമും. അത് ബെഡ്റൂമൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഇതെല്ലാം പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസോട് കിടക്കുന്നു. അപ്പം മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ മാക്സിമം ശ്രമിക്കുക. ഫ്രണ്ട് നമുക്ക് ഈ ഒരു ഇതെല്ലാം ഇത്രയും വീതിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പക്ഷേ ഇത് നമുക്ക് ഫുൾ ടാർ ചെയ്ത് നമുക്ക് തരുന്നതായിരിക്കും. തൊട്ടടുത്ത് വീടുകളൊക്കെ പണി ചെയ്ത് നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ടാറ് കാര്യങ്ങളൊക്കെ ചെയ്യാത്തത്. അപ്പോൾ 4.25 സെൻറ്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം വരുന്ന വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസോടെ നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ടെൻഷനും കാര്യങ്ങളും വരുന്നില്ല. അപ്പോൾ ഇതാണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ വീടിൻ്റെ അകത്തോട്ട് നമുക്ക് ജസ്റ്റ് കയറുമ്പോഴത്തേക്കും തന്നെ ഫുള്ളി നമുക്ക് ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്ന ഫ്രണ്ടേജ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്ന ഫ്രണ്ടേജിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു ഏരിയ. അപ്പോൾ ഒരു 2 കാർ വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് വരുന്നുണ്ട്. 2 കാറൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ഏരിയ നമുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് നമുക്ക് ബൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് വെച്ചു. അപ്പോൾ ഇത്രയും ലെങ്ത് ആയിട്ടും കാര്യങ്ങൾ നമുക്ക് വന്നിട്ടുള്ള ഒരു ഫ്രണ്ടേജാണ് നമുക്ക് ഈ ഒരു വീടിന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ സിറ്റ് ഔട്ടിലോട്ട് നോക്കാം. ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട്. ഒരു ചെറിയ റെക്റ്റാങ്കിൾ മോഡലുള്ള സിറ്റ് ഔട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. 8x4 ഡയമെൻഷൻ വരുന്ന അടിപൊളിയായിട്ടുള്ളൊരു സിറ്റ് ഔട്ട് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ടൈലും അതുപോലെ തന്നെ മാർബിളുമാണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ നമുക്ക് ഫോൾ സീലിങ്ങിൽ നമുക്ക് സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഫാൻസി ലൈറ്റൊക്കെ വെച്ചുകൊണ്ട് നല്ല മനോഹരമാക്കി തീർത്തിരിക്കുന്ന ഒരു സിറ്റ് ഔട്ട് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഫ്രണ്ട് ഡോറാണ് നമുക്കിവിടെ കാണുന്നത്. അതായത് ഫ്രണ്ട് ഡോർ നമുക്ക് പണിതിട്ടുള്ളത് നമുക്ക് പ്ലാവിൻ തടിയിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. നമുക്ക് ഇത്രയും വലിയ വീതിയിലുള്ള ഒരു ഡോറ് ഫ്രണ്ടിൽ നമുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് വന്നിട്ടുള്ള ഈ ഫ്രണ്ട് ഡോർ നമുക്ക് ഡബിൾ പാളിയാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഒരു സൈഡ് നമുക്ക് അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള വീതിയിലുള്ള ഒരു ഡോറ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല വലിയ ഹാൻഡിലും കാര്യങ്ങളൊക്കെ വലിയ ഒരു ഹാൻഡിലും കാര്യങ്ങളും കൊടുക്കുന്നത്. ഫ്രണ്ട് ഡോർ പ്ലാവിൻ്റെ അടിയിൽ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുള്ള ഫ്രണ്ട് ഡോറിന് നമ്മൾ കാണുന്നു. അപ്പോൾ നമുക്ക് നേരെ ഇനി സിറ്റ് ഔട്ടിൽ നിന്ന് ഉള്ളിലേക്ക് കടക്കുമ്പോഴത്തേക്കും നമുക്ക് കാണുന്ന പോലെ തന്നെ വിശാലമേറിയ ഒരു ലിവിങ് ഏരിയ നമുക്ക് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല വിശാലമേറിയ ലിവിങ് ഏരിയയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ആദ്യം പറഞ്ഞ പോലെ തന്നെ വീട് നമുക്ക് 4.25 സെൻറ്റ് ലാൻഡിൽ 1900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം വെച്ച് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന വീടാണ്. അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടും കൂടെ തന്നെയാണ്. ഇപ്പോൾ ലാസ്റ്റ് ആയിരിക്കും നമുക്ക് ഇതിൻ്റെ പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെ പറയുന്നത്. മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ മാക്സിമം നോക്കാം. ഫ്രണ്ട് നമുക്ക് ലിവിങ് ഏരിയ വന്നിട്ടുണ്ട്. ലിവിങ് ഏരിയ നമുക്ക് വന്നിരിക്കുന്നത് 16x12 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വ്യൂ ആണ് നമുക്ക് ഈ ഒരു കോർണറിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഫ്ലോറിനായിട്ട് നല്ല കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്.
നല്ല ഒരു ടി വി യൂണിറ്റ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അട്രാക്റ്റീവ് ആയിട്ടുള്ള ടി വി യൂണിറ്റ് ഏരിയയാണ് നമുക്ക് വന്നിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസും അതിൽ സ്പോട്ട് ലൈറ്റും നൽകിക്കൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് പാനലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള നല്ല മനോഹരമായ വലിയൊരു ടി വി ഒക്കെ ബൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളും കൊടുത്തുകൊണ്ടുള്ള ഒരു ടി വി യൂണിറ്റ് നമുക്ക് ഫ്രണ്ട് ലിവിംഗ് ഏരിയയിൽ വന്നിട്ടുണ്ട്. 16x12 ലിവിംഗ് ഏരിയ ഡയമെൻഷൻ. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ. 14x12 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഫ്ലോറിനായിട്ട് നല്ല കജയായിട്ട് നല്ല ക്വാളിറ്റി ടൈൽസും കാര്യങ്ങളും തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കെല്ലാം വന്നിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റും തന്നെയാണ് ആ ഒരു ഭാഗത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയ ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വാഷ് കൗണ്ടർ ഏരിയയും കാര്യങ്ങളെല്ലാം നല്ല മനോഹരമാക്കി ചെയ്ത് തീർത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ജാഗോറിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളും യൂസ് ചെയ്ത് തന്നെയാണ് ചെയ്ത് തീർത്തിട്ടുള്ളത്. താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ജാഗോറിന് നല്ല ഫിറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്മാർട്ട് മിററും കാര്യങ്ങളും കൊടുത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഗ്ലോസി ടൈപ്പായിട്ട് വരുന്ന ഒരു പാനലും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് നല്ല മനോഹരമാക്കി തീർത്തിരിക്കുന്ന വാഷ് കൗണ്ടർ ഏരിയയാണ് ഈ കാണുന്നത്. തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് കിച്ചൺ വന്നിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ മോഡുലാർ കിച്ചൺ ആണ് ചെയ്തിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉൾപ്പെടെ നമുക്ക് ചെയ്ത് തീർത്തിട്ടുള്ള ഒരു മനോഹരമായ എൻട്രൻസ് കൊടുത്ത് വന്നിട്ടുള്ള ഒരു കിച്ചണാണ് ചെയ്തേക്കുന്നത്. സ്റ്റോറേജ് സ്പേസും അതുപോലെ സ്പോട്ട് ലൈറ്റ്, ഹാങ്ങിങ് ലൈറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് നമുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിനകത്തോട്ട് പോകാം. 10x10 ഡയമെൻഷൻ വരുന്ന ഒരു കിച്ചൺ ഇവിടെ പണിതിട്ടുണ്ട്. നമുക്ക് ഇത് വരുന്നത് നമുക്ക് ഫ്ലോറിങ്ങിനായിട്ട് വന്നിരിക്കുന്നത് മാറ്റ് ഫിനിഷ് വരുന്ന പ്രീമിയം ടൈൽസും കാര്യങ്ങളാണ് യൂസ് ആക്കിയിരിക്കുന്നത്. ഗ്രേ കളർ ഫിനിഷിങ് വരുന്ന കബോർഡ്സും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു കിച്ചണിൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കളർ തീമും കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് നല്ല മനോഹരമാക്കി അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു കിച്ചണാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് കിച്ചണിനകത്ത് നമുക്ക് ചിമ്മിനിയും അതുപോലെ ഓൾറെഡി നമുക്ക് ഇൻബിൽഡായിട്ട് ചെയ്തിട്ടുണ്ട്. മുകളിൽ താഴെയുമായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ കബോർഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. ഫോൾ സീലിംഗിൽ നമുക്ക് സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് ചെയ്തിട്ടുള്ളത്. കിച്ചണോട് ചേർന്ന് തന്നെയാണ് നമുക്കൊരു വർക്ക് ഏരിയ നമുക്ക് വന്നിട്ടുള്ളത്. വർക്ക് ഏരിയ നമുക്ക് ചെയ്തിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ് വർക്ക് ഏരിയ വന്നിട്ടുള്ളത്. സ്ലാബും കാര്യങ്ങളും ചെയ്ത് നല്ല മനോഹരമായ ഒരു സിങ്ങും കാര്യങ്ങളും കൊടുത്ത് ചെറിയൊരു ഏരിയ വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നനക്കല്ലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്രയും സ്പേസും കാര്യങ്ങളൊക്കെ ബാക്ക് സൈഡിൽ നമുക്ക് വന്നിട്ടുണ്ട്. എല്ലാം നമുക്ക് ക്ലോസ് ചെയ്തെടുക്കുന്ന ഒരു ഏരിയയാണ് ഈ കാണുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ 2 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോർ 2 ബെഡ്റൂമും വരുന്ന ഒരു വീടാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് പോവാം. കയറുന്നിടത്ത് തന്നെ നമുക്ക് ചെറിയൊരു മിററും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് നമുക്കൊരു എൻട്രൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ വിശാലമേറിയ ബെഡ്റൂംസ്. നമുക്ക് റൂമുകളെല്ലാം നമുക്ക് നല്ല വിശാലമേറിയ റൂമുകളാണ് നമുക്ക് വന്നിട്ടുള്ളത്. റൂം സൈസ് നമുക്ക് വന്നിട്ടുള്ളത് 14x10 ഡയമെൻഷൻ വരുന്ന റൂമാണ് നമ്മുടെ ചെയ്തിട്ടുള്ളത്. ഫ്ലോറുകളിൽ തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ടൈൽസും കാര്യങ്ങളും പ്രീമിയം രീതിയിലുള്ള ടൈൽസും കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു വാൾഡ്രോബ്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. റൂമിൻ്റെ കളർ തീം അനുസരിച്ച് തന്നെ ബ്രൗണും വൈറ്റും ചെയ്ത ഒരു വാൾഡ്രോബ്സ് തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. നമുക്ക് ഫോൾ സീലിംഗ് വർക്കിൽ സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു വർക്ക് ഏരിയ നമുക്കിവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. വർക്ക് ഏരിയയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാനലും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് അതിമനോഹരമായ വലിയ കർവ് 3 ഗ്ലാസും കാര്യങ്ങളൊക്കെ ഷേപ്പിൽ ഗ്ലാസും കാര്യങ്ങളും ഫിറ്റ് ചെയ്തുകൊണ്ട് സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റും കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിരിക്കുന്ന ഡ്രസ്സിങ് ഏരിയയാണ് ഈ ഒരു ഭാഗത്ത് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ജാഗോർ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് എല്ലാം യൂസ് ആക്കിയിരിക്കുന്നത്. നല്ല പ്രീമിയം ടൈൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂമാണ്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് വന്നിട്ടുള്ള ഒരു ബാത്റൂമാണ് നമ്മളിവിടെ ചെയ്തത്. നല്ല പ്രീമിയം രീതിയിൽ തന്നെയാണ് വർക്കും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്നതാണ് ഈ രണ്ടാമത്തെ ബെഡ്റൂം. 14x10 ഡയമെൻഷൻ വരുന്ന നല്ലൊരു ബെഡ്റൂമാണ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് കൊടുത്തിട്ടുള്ളത് ഫ്ലോറിനായിട്ട് പിന്നെ കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്.
ഈ ഒരു ഭാഗത്ത് നമ്മൾ കളർ തീം ഉൾപ്പെടെ നമ്മൾ ചെയ്തിരിക്കുന്ന വാൾറൂംസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് നല്ല മനോഹരമായി തീർത്തിരിക്കുന്ന ഒരു ഫോൾ സീലിംഗിൽ ചെയ്ത ഒരു ഡിസൈൻ നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നതും. ജാഗോർ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ഇവിടുത്തെ ബാത്റൂമിൽ നമുക്ക് യൂസ് ആക്കിയിരിക്കുന്നത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് വന്നിട്ടുള്ള ബാത്റൂം തന്നെയാണ്. സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാത്റൂമിന്റെ ഏരിയ എല്ലാം കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്യുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് ഇതുപോലെ സ്റ്റീലിൽ ചെയ്തിട്ട് അതിൽ നമ്മുടെ ഗ്ലാസ് വർക്ക് കൊടുത്തിട്ടാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. നല്ല മനോഹരമായ ഒരു ഡിസൈനും നല്ല മനോഹരമായ ഒരു പാറ്റേണും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സ്റ്റെയറും കാര്യങ്ങളായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റെയറിൽ പോകുമ്പോഴത്തേക്ക് തന്നെ സൈഡിലായിട്ട് നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്ത് ഒരു നല്ല മനോഹരമായ അട്രാക്റ്റീവായിട്ട് തോന്നുന്ന രീതിയിൽ നമുക്ക് ചെയ്തിട്ടുണ്ട്. വലിയ ജനൽ പാളി വരുന്ന വിൻഡോസും കാര്യങ്ങളൊക്കെ സൈഡിൽ നമ്മൾ കൊടുത്താണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. മുകളിൽ നമുക്ക് ഫർഗോള മോഡൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഫർഗോള മോഡലൊക്കെ നമുക്ക് അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ വീടിനകത്ത് വരാനുള്ള എല്ലാ ഇതിനും വേണ്ടി നമുക്കിവിടെ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ സ്റ്റെയർ ഏറെ മുകളിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് വലിയൊരു ലിവിങ് ഏരിയ ഈ ഒരു ഭാഗത്ത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ബെഡ്റൂംസും ഒരു ബാൽക്കണിയാണ്, രണ്ട് ബാൽക്കണിയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലത്തെ ഹാളിൻ്റെ ഡയമെൻഷനാണ് നമുക്ക് 20x16 ആണ് ഇവിടുത്തെ ഡയമെൻഷൻ. അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള ഒരു ഹാള് തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത്. TV യൂണിറ്റും കാര്യങ്ങളും നമുക്ക് വേണമെങ്കിൽ ഇവിടുത്തെ ഈ ഒരു ഭാഗം നമുക്ക് അറേഞ്ച് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം. 14x10 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റൂമാണ് ഈ കാണുന്നത്. ഫ്ലോറിനായിട്ട് നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ്ലി നമുക്കിവിടെ ഫ്ലോറിനായിട്ട് വന്നിരിക്കുന്നത് ആ ഒരു പ്രീമിയം രീതിയിലുള്ള ടൈൽസും കാര്യങ്ങളും തന്നെയാണ്. നമുക്ക് സ്പോട്ട് ലൈറ്റ് നമുക്ക് ഡെക്കറേഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ്. നമുക്ക് ജാഗോർ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സിലാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാത്റൂം ചെയ്തിട്ടുള്ളത്. ഹീറ്റർ പോർഷൻസ് ഉൾപ്പെടെയാണ് നമുക്കിവിടെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ജാഗോറിൻ്റെ പ്രോഡക്ട്സ് നമുക്കിവിടെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. മാസ്റ്റർ ബെഡ്റൂമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. 18x12 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു റൂമാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് മിക്ക റൂംസും എല്ലാ റൂംസും നമുക്കിവിടെ ചെയ്തേക്കുന്നത്. തീം അനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വാൾ റൂംസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. വൈറ്റ് ആൻഡ് ബ്രൗൺ ആണ് നമുക്കിവിടെ ചെയ്തിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റാണ് നമുക്കിവിടെ മുകളിലെ ഭാഗത്ത് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്കിവിടെ ബെഡ്റൂം വരുന്നത്. ജാഗോറിൻ്റെ ക്വാളിറ്റി ഫിറ്റിംഗ്സ് ആണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആണ് ചെയ്തിട്ടുള്ളത്. പ്രീമിയം ടൈൽസും കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് തീർത്തിരിക്കുന്ന ഒരു ബാത്റൂം ഏരിയയാണ് ഇവിടെ കാണുന്നത്. ജാഗോർ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരുന്ന നാലാമത്തെ ബെഡ്റൂമിൻ്റെ ഒരു ഭാഗത്തു നിന്നാണ് നമുക്കിവിടെ ബാൽക്കണി നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ബാൽക്കണി വരുന്നത് 12x4 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബാൽക്കണി വരുന്നുണ്ട്. റൂമിൻ്റെ അടുത്ത് നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് മുകളിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും പാനലും കാര്യങ്ങളും യൂസ് ചെയ്ത് സ്പോട്ട് ലൈറ്റ് കൊടുത്ത് നല്ല മനോഹരമായി തീർത്തിരിക്കുന്ന ഫോൾ സീലിംഗ് വർക്കാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് അകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ അകത്ത് നമുക്ക് എയറും കാര്യങ്ങളൊക്കെ വരാത്തക്ക രീതിയിലുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വരുന്നത് ഹാൻഡിൽസ് എല്ലാം ചെയ്യുന്ന സ്റ്റീലിലും അതുപോലെ തന്നെ ഗ്ലാസ് വർക്കുമാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കണ്ടതാണ് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് ബാൽക്കണിയിലോട്ട് പോകുന്ന സ്പേസ്. നമുക്ക് നേരെ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ബാൽക്കണി. ഇത് നമുക്ക് 12x10 ഡയമെൻഷൻ വരുന്ന നല്ല മെയിൻ ബാൽക്കണിയാണ് നമ്മുടെ കാണുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് ക്വാളിറ്റി ആയിട്ട് ടൈൽസും കാര്യങ്ങളും തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഹാൻഡിൽസും അതുപോലെ തന്നെ സ്റ്റീലിലാണ് വന്നിട്ടുള്ളത്. സ്റ്റീലിലും അതുപോലെ തന്നെ ഗ്ലാസ് വർക്കും വരുന്ന ഹാൻഡിൽസും കാര്യങ്ങളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്.
ടൈൽസ് കാര്യങ്ങൾ വന്നിട്ടുള്ളത് വുഡൻ പാറ്റേൺ വരുന്ന ടൈൽസും കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റ് ആൻഡ് ഫാൻസി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് വളരെ മനോഹരമാക്കി തീർത്തിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ ബാൽക്കണി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ വരുന്ന വീടിൻ്റെ വിശേഷം. നമുക്ക് മെയിനായിട്ട് എടുത്തു പറയേണ്ടത്, നമുക്ക് 4.25 സെൻറ്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ വീട് നമുക്ക് വരുന്നത് ടെക്നോ പാർക്കിൽ നിന്നും ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമാണ് ഇത് പണി ചെയ്ത് തീർത്തിരിക്കുന്നത്. കറക്റ്റായിട്ട് പോത്തൻകുളം സ്ഥലത്താണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ മനോഹരമായ സെമി കണ്ടംപററി ഡിസൈൻ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് വരുന്നത് 75 lakhs ആണ്. വെറും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. 75 lakhs, വെറും 75 ലക്ഷം. അപ്പോൾ ഇത് തികച്ചും നമുക്ക് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ വീട് നെഗോഷ്യബിൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകുന്നതായിരിക്കും.